ആകാശവാണി. കേരളത്തിലെ നിയമസഭാ സംവിധാനത്തിന്റെ നാൾവഴികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജകീയ ഉപദേശക സമിതികളിൽ നിന്ന് ഊർജ്ജസ്വലമായ ഒരു ജനാധിപത്യ സ്ഥാപനത്തിലേക്കുള്ള ശ്രദ്ധേയമായ യാത്രയാണ് കേരള നിയമസഭയുടെ ചരിത്രം. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ രാജഭരണത്തിന് കീഴിൽ നിയമനിർമ്മാണ ഭരണത്തിന്റെ ആദ്യകാല രൂപങ്ങൾ പരീക്ഷിച്ചു. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ സ്ഥാപിതമായി. ഘടനാപരമായ തീരുമാനമെടുക്കൽ, പൊതുഭരണം എന്നിവ നടപ്പിലാക്കുന്നതിൽ അതൊരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. ജനാധിപത്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ ആദ്യത്തെ ചവിട്ടുപടിയായാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ രൂപീകരണത്തെ കണക്കാക്കുന്നത്. ആദ്യം 8 അംഗങ്ങൾ മാത്രമായിരുന്ന ലെജിസ്ലേറ്റീവ് കൌൺസിൽ 1898 9 ഉദ്യോഗസ്ഥരും 6 അനുദ്യോഗസ്ഥ അംഗങ്ങളും ഉൾപ്പെടുന്ന സഭയായി വികസിപ്പിച്ചു. എല്ലാ അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. അന്നത്തെ സെക്രട്ടേറിയറ്റിൽ ദിവാന്റെ മുറിയിലായിരുന്നു ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൌൺസിൽ യോഗം നടന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ സംഭവമായിരുന്നു ഈ യോഗം. പിന്നീട് 1904 ശ്രീമൂലം പ്രജാസഭ പോലുള്ള സ്ഥാപനങ്ങൾ രൂപീകരിച്ചതിലൂടെ കൂടുതൽ പൊതുജന പങ്കാളിത്തത്തിനുള്ള വാതായനങ്ങൾ തുറക്കപ്പെട്ടു. ഒരു താലൂക്കിൽ നിന്നും 2 വീതം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത് സമിതിയിലേക്ക് തിരഞ്ഞെടുത്തു. അങ്ങനെ മൊത്തം 88 അംഗങ്ങളാണ് സമിതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രജാസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കൌൺസിലിന്റെ നിയമനിർമ്മാണാവകാശം ഉണ്ടായിരുന്നില്ല. ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തിന് കൂടുതൽ അവസരം നൽകണമെന്ന ആശയം പക്ഷേ പരക്കെ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ പ്രജാസഭയുടെ അധികാരങ്ങൾ പരിമിതമാണെങ്കിലും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിനിധികൾക്ക് അനുവാദം നൽകി. 1905 തിരഞ്ഞെടുപ്പു രീതി നിലവിൽ വന്നതോടെ സഭയിലെ അംഗസംഖ്യ 100 ഉയർത്തി. ഇതിൽ 77 പേർ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും 23 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിരുന്നു. വർഷത്തിൽ 50 റുപ്പിക നികുതി അടയ്ക്കുന്ന ജന്മിമാർ, 2000 റുപ്പിക വാർഷിക വിറ്റുവരവുള്ള കച്ചവടക്കാർ എന്നിവർക്കായിരുന്നു വോട്ടവകാശം. BA പാസ്സായി 10 വർഷം കഴിഞ്ഞവർക്കും വോട്ട് ചെയ്യാമായിരുന്നു. 1907 ലെജിസ്ലേറ്റീവ് കൌൺസിലിന്റെ അംഗസംഖ്യ 25 ഉയർത്തി. പിന്നീട് 1921 50 വർദ്ധിപ്പിച്ചു. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അധികാരമേറ്റ് അധികം കഴിയും മുൻപ് 1933 ഉപരിസഭയെ ശ്രീചിത്ര സ്റ്റേറ്റ് കൌൺസിൽ എന്നാക്കി മാറ്റി. ശ്രീമൂലം പ്രജാസഭയെ കൂടുതൽ അധികാരാവകാശങ്ങളോടെ ശ്രീമൂലം അസംബ്ലിയുമാക്കി. അയ്യങ്കാളി, കുമാരനാശാൻ, EV കൃഷ്ണപിള്ള, C കേശവൻ, KC മാമൻ മാപ്പിള, TK മാധവൻ, മൂലൂർ പത്മനാഭ പണിക്കർ, പട്ടം താണുപിള്ള, TM വർഗീസ് തുടങ്ങിയവർ വിവിധ കാലയളവുകളിലായി പ്രജാസഭയിൽ അംഗങ്ങളായിരുന്നു. 1921 ശേഷം 1947 സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ശ്രീമൂലം പ്രജാസഭ നായർ റെഗുലേഷൻ, നമ്പൂതിരി, ഈഴവ, വെള്ളാള റെഗുലേഷനുകൾ ഉൾപ്പെടെ ചരിത്രപ്രസിദ്ധമായ നിരവധി നിയമങ്ങൾ രൂപീകരിച്ചു. കൊച്ചി നാട്ടുരാജ്യത്തിലും നിയമനിർമ്മാണ പ്രക്രിയകൾ സജീവമായിരുന്നു. 1925 കൊച്ചിയിലും 45 അംഗ ലെജിസ്ലേറ്റീവ് കൌൺസിൽ നിലവിൽ വന്നു. പിൽക്കാലത്ത് ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് സഭയുടെ അധികാരങ്ങളും ജനപ്രാതിനിധ്യവും വർദ്ധിപ്പിച്ചു. 1938 കൊച്ചി ഗവൺമെന്റ് നിയമപ്രകാരം ഭരണപരമായ ചില അധികാരങ്ങൾ ജനപ്രതിനിധികളിലേക്ക് മാറ്റപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ചേർത്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ഇതോടെ 2 രാജ്യങ്ങളിലെയും സഭകൾ ചേർന്ന് ഏക മണ്ഡലസഭയായി മാറി. 1952 1954 തിരുക്കൊച്ചി നിയമസഭയിലേക്ക് പൊതു തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു. തിരുക്കൊച്ചി സംസ്ഥാനത്തോടൊപ്പം മലബാർ ജില്ലയും കാസർഗോഡ് താലൂക്കും ലയിച്ചാണ് ഇന്നത്തെ കേരളം രൂപം കൊണ്ടത്. 1957 നടന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പിനു ശേഷം ഏപ്രിൽ 1 ഒന്നാം കേരള നിയമസഭ രൂപീകൃതമായി. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ ഏപ്രിൽ 5 അധികാരമേറ്റു.
ആദ്യകാലത്ത് 126 നിയമസഭാ സീറ്റുകളുടെ എണ്ണം 1977 തിരഞ്ഞെടുപ്പോടെ 140 നിശ്ചയിച്ചു. ആദ്യകാലത്ത് സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള പഴയ ഹാളിലായിരുന്നു നിയമസഭ സമ്മേളിച്ചിരുന്നത്. 1998 മെയ് 22 തിരുവനന്തപുരത്തെ വികാസ് ഭവനിൽ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. നിലവിൽ കേരള നിയമസഭയിൽ 140 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഉള്ളത്. ഇതിൽ 14 സീറ്റുകൾ പട്ടികജാതിക്കാർക്കും 2 സീറ്റുകൾ പട്ടികവർഗക്കാർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. പുരോഗമന നിയമങ്ങൾ, കാർഷിക പരിഷ്കരണം, വിദ്യാഭ്യാസ നിയമം, തൊഴിൽ ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നിരവധി നിയമങ്ങൾ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ സുപ്രധാനമായ മാതൃകാ പെരുമാറ്റച്ചട്ടം അഥവാ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന സംവിധാനത്തിന്റെ ഉത്ഭവം കേരളത്തിലാണെന്നത് ശ്രദ്ധേയമായ ഒരു ചരിത്ര വസ്തുതയാണ്. 1960 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഈ ആശയം ഒരു പരീക്ഷണമെന്ന നിലയിൽ ആദ്യമായി നടപ്പിലാക്കിയത്. 1950കളുടെ അവസാനത്തിൽ രാഷ്ട്രീയ മത്സരങ്ങൾ കടുത്തതോടെ അധികാര ദുരുപയോഗം, ആക്രമണാത്മകമായ പ്രചാരണ രീതികൾ, വർഗീയമായ ചേരിതിരിവ് എന്നിവ തടയുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു നിശ്ചിത ധാർമ്മിക നിയമങ്ങൾ പാലിക്കാൻ സ്വമേധയാ തയ്യാറായി. വിദ്വേഷ പ്രസംഗങ്ങൾ ഒഴിവാക്കുക, വോട്ടർമാർക്ക് കോഴ നൽകുന്നത് തടയുക, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് പകരം പാർട്ടി നയങ്ങളിൽ അധിഷ്ഠിതമായ പ്രചാരണം നടത്തുക തുടങ്ങിയവയായിരുന്നു ഈ ധാരണയിലെ പ്രധാന ഉള്ളടക്കം. ഒരു നിയമം എന്നതിലുപരി രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ പരസ്പര ധാരണയായാണ് ഇത് തുടങ്ങിയത്. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ പരീക്ഷണം വൻ വിജയമായി മാറി. കേരളത്തിലെ ഈ മാതൃകയുടെ വിജയം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1962 പൊതു തിരഞ്ഞെടുപ്പിൽ ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കാലക്രമേണ സാമ്പത്തിക ഇടപാടുകൾ, മാധ്യമ ഉപയോഗം, സർക്കാർ പ്രഖ്യാപനങ്ങൾ എന്നിവയിൽ കൂടുതൽ കർശനമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പെരുമാറ്റച്ചട്ടം പരിഷ്കരിക്കപ്പെട്ടു. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി കേരളം മുന്നോട്ടുവച്ച ഈ ജനാധിപത്യ മാതൃക ഇന്ന് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ്. ഇന്ന് രാജ്യത്തുടനീളം തിരഞ്ഞെടുപ്പ് വേളയിൽ നാം പിന്തുടരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഉത്ഭവം കേരളത്തിൽ നിന്നാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. 1960 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾ സ്വമേധയാ തയ്യാറാക്കിയ ആചാരമര്യാദകളാണ് പിന്നീട് രാജ്യം മുഴുവൻ മാതൃകയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ജനാധിപത്യം കേരളത്തിന് പുതിയ ഒന്നല്ലെന്നും 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജനകീയ പങ്കാളിത്തത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലി ഇവിടെ നിലനിന്നിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ലോകത്തിന് തന്നെ ജനാധിപത്യത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ ചരിത്രമാണ് കേരളത്തിനുള്ളതെന്നും ശ്രീ ഗ്യാനേഷ് കുമാർ പ്രശംസിച്ചു. Democracy is not new to Kerala. In fact, Kerala has taught democracy to many parts of the country and the world. There were Nattukutams here more than 1,000 years back, which laid the foundation of collective decision making. Kerala also made the first code of conduct way back in 1960, which was later on adopted by the Election Commission of India in consultation with all the political parties, which we today call as Model Code of Conduct. രാജ്യത്തെ വോട്ടിംഗ് രീതിയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി പരീക്ഷിച്ചതും കേരളത്തിലാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഓർമ്മിപ്പിച്ചു. 1982 എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് രാജ്യത്ത് ആദ്യമായി EVM ഉപയോഗിച്ചത്. അന്ന് 50 പോളിംഗ് സ്റ്റേഷനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ വോട്ടിംഗ് രീതിയാണ് പിൽക്കാലത്ത് ഇന്ത്യയിലുടനീളം വ്യാപകമായത്. മാതൃകാ പെരുമാറ്റച്ചട്ടം പോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന കാര്യത്തിലും കേരളം രാജ്യത്തിന് വഴികാട്ടിയായെന്ന് അദ്ദേഹം പറഞ്ഞു. Kerala has also been a pioneer by having the first pilot of electronic voting machines way back in 1982, Paravur Assembly constituency. With this strong foundation, all political parties of Kerala, the entire election machinery of Kerala, and all the senior officers of the government of Kerala, the Kerala police,
all of them ഒരേ ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷൻസ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് മാതൃക ആയിരിക്കും. 1988 8 പേരുമായി തുടങ്ങിയ ഒരു ഉപദേശക സമിതിയിൽ നിന്നും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള കേരള നിയമസഭയുടെ വളർച്ച വിസ്മയകരമാണ്. കേവലം ഭരണപരമായ തീരുമാനങ്ങൾക്കപ്പുറം മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി പരീക്ഷിച്ചും തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ കേരളം വഴികാട്ടിയായി മാറി. 1956 ഐക്യ കേരള രൂപീകരണത്തോടെ പൂർണ്ണത കൈവരിച്ച ഈ നിയമസഭാ സംവിധാനം ജനകീയ പങ്കാളിത്തവും സുതാര്യതയും ഉറപ്പാക്കുന്നതിൽ ഇന്നും മാതൃകയാണ്. ചരിത്രപരമായ ഈ പാരമ്പര്യം വരാനിരിക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. കേരളത്തിലെ നിയമസഭാ സംവിധാനത്തിന്റെ നാൾവഴികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, സുധിൻ സൈനുദ്ദീൻ, അവതരണം അഞ്ജന പുതിയമഠം.